മാർക്കോസിന്റെ പാട്ട് എടുത്തിട്ട് ഉണ്ണിമേനോന്റെ പടം വെച്ച് കൊടുക്കാൻ നാണോ ഇല്ലടാ? അതെ, അത് ക്രിസ്തീയ പാട്ടുകൾ ഒരു നല്ല ശതമാനം ഞാൻ പാടിയിട്ടുള്ള ആളുകൾക്ക് അറിയാം. പക്ഷെ ഇതിനകത്തുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പൊതുവായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നത്, പണ്ടൊക്കെ ആണെങ്കിൽ ഇതിനെ എഴുത്ത് എന്നുള്ള രീതിയിൽ ഒരു റെക്കോർഡ് ഉണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം യൂട്യൂബിലുള്ള ഇത് നോക്കിയിട്ടാണ് ആളുകൾ പറയുന്നത് അത് ഇന്നാരുടെ പാട്ടാണ്, ഇന്നാര് എഴുതിയാണ്, ഇന്നാര് സംഗീതം ചെയ്താണ്. ഈ ഒരു തലമുറ ചിലപ്പോൾ അത് ഓർത്തെന്ന് വരാം, ശരിയാ. അടുത്ത തലമുറ വരുമ്പോ ചിലപ്പോ അത് അങ്ങനെ തന്നെ ആയിപ്പോവും. അതുകൊണ്ട് മാറ്റുന്നതാണ് നല്ലത്. അതെ അതെ അതെ, തെറ്റായ വിവരങ്ങൾ മാറ്റണം. അത് അപ്ലോഡ് ചെയ്ത് ഒരു ദയവായിട്ട് ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കണം. ഈ കന്നിപ്പൂമാനം പാടുമ്പോ ജോൺസൺ മാഷിന്റെ അടുത്ത് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് പേരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ കാലം എന്ന് പറയുന്നത് നമ്മുടെ ഈ മലയാള സംഗീത ശാഖയെ അടയാളപ്പെടുത്തുന്ന ഒരു കാലമാണ്. ഈ ജോൺസൺ മാഷും രവീന്ദ്ര മാഷും ഒക്കെ വരുന്ന ഒരു കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുഷ്കലമാണ്. അതിനു മുമ്പ് ഒരു ലെജൻസിന്റെ മാസ്റ്റർമാരുടെ ഒരു കാലം ഉണ്ടായിരുന്നു. ഭാസ്കര മാഷും ഈ പറയുന്ന ദേവരാജ മാസ്റ്ററും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മൾ കാണുന്ന രവീന്ദ്ര മാഷും ജോൺസൺ മാഷും ഒക്കെ മത്സരിച്ച് പാട്ടുകൾ ചെയ്യുന്ന ഒരു കാലം. ആ കാലത്തിൽ ജോൺസൺ മാഷിന്റെ കയ്യിൽ തന്നെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമല്ലേ? ശരിയായിട്ടും പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, ദേവരായ മാഷ് അങ്ങോട്ട് ആ സമയത്ത് നിലവിലുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഭാവത്തിനിടയിലാണ് ജോൺസൺ മാഷ് അദ്ദേഹത്തിന്റെ ശിഷ്യൻ എന്ന നിലയിൽ കയറി വരുന്നതും. ശ്രദ്ധിക്കപ്പെട്ട കുറെ അധികം പാട്ടുകൾ ആ സമയത്ത് അദ്ദേഹം ചെയ്തു തുടങ്ങിയിരുന്നു, ഒത്തിരി നല്ല പാട്ടുകൾ. അപ്പൊ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു കോളേജിലൊക്കെ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമകളിലൊന്നായിരുന്നു പ്രേമഗീതങ്ങൾ. അതിനകത്ത് നീ നിറയൂ ജീവനിൽ ഉലകമായി ഞാൻ പാടിടാം ഗാനമായി ഓർമ്മകൾ. കോളേജ് പിള്ളേരെയൊക്കെ കോരിത്തരിപ്പിച്ച സിനിമയും അതേപോലെ തന്നെ പാട്ടും. അതിലെ ഓരോ പാട്ടും മുത്തും മൂടി പൊന്നും നീ ചൂടിവാ ചന്ദനത്തേരിലായി ചെല്ലക്കാറ്റേ മണ്ണിൻ നിന്നിൽ ഒരു ആ സമയത്ത് അടിപൊളി പാട്ടുകളിലൊന്നായിരുന്നു അത്. ജോൺസൺ മാഷിന്റെ തന്നെ ആ സമയത്ത് വന്ന പാട്ടുകളിലോ വളരെ പ്രശസ്തമായിട്ടുള്ള പാട്ടായിരുന്നു ആടിവാ കാറ്റ് പാടിവാ കാറ്റ്. ആ പാട്ടൊക്കെ എനിക്കൊന്ന് ഗാനമേളകളിലൊക്കെ ഞങ്ങള് വർഷങ്ങളോളം തകർത്ത് പാടി നടന്നിട്ടുള്ള പാട്ടുകളാണ്. ഈ ഒരു കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളൊക്കെ ആഘോഷിച്ച ഒരുപാട് പാട്ടുണ്ട്. ഈ മന്ത്രി കൊച്ചമ്മയും പൂമാനമ്മയും ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് രസകരമായി ആഘോഷിച്ചിട്ടുള്ളതാണ്. SP വെങ്കടേഷ് സാറ്, ശ്യാം സാറ് പോലെയുള്ള ലെജൻസ് ഉണ്ട്. നമുക്കിപ്പോ കിട്ടാത്ത, നമുക്കിപ്പോ മിസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ എന്ന് പറയുന്നത്. അവരോടൊപ്പവും വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ദൈവകൃപയാൽ എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള ഒട്ടുമിക്ക നല്ല മ്യൂസീഷ്യൻസുമായിട്ട് ഇടപെടാനും അവരുടെ പാട്ടുകൾ പാടാനും ഒക്കെയുള്ള കുറെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. MG രാധാകൃഷ്ണൻ, അതേപോലെ രവീന്ദ്ര മാഷിന്റെ 83-ലാണ് ഞാൻ ആദ്യം പാടുന്ന പാട്ട്. മൈനാകം എന്ന ചിത്രത്തില് ആകാശമൗനം വാചാലമാകും താരങ്ങൾ കൺചിമ്മും തീരങ്ങൾ ആ നീലവാനും പൂനിലാവും പൊന്നൂഞ്ഞാലിൽ നാടും വാനം ആകാശമൗനം. ആ ഒരു ബേസിൽ തന്നെ പുള്ളി എന്നെയും പരീക്ഷിച്ചു. അത്രയും വർഷം 35-40 വർഷം മുമ്പ് ഇത്രയും എക്സ്പീരിയൻസ് ഇല്ല. മാത്രമല്ല നമ്മുടെ വോയിസ് ഒക്കെ മച്ചുറായി വരുന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ആ പാട്ട് എനിക്ക് തന്നിട്ട് എന്നെ കൊണ്ട് അത് നിർബന്ധപൂർവ്വം പാടിക്കുകയായിരുന്നു, ആകാശമൗനം എന്നുള്ള ഈ പാട്ട്. അതേപോലെ തന്നെ കൂലി എന്ന് പറഞ്ഞൊരു സിനിമ ആ സമയത്ത് അമിതാഭ് ബച്ചന്റെ ഒരെണ്ണം ഹിന്ദിയിൽ ഇറങ്ങി. പക്ഷെ മലയാളത്തില് മമ്മൂട്ടി നായകനായിട്ട് ഒരു പടം ഉണ്ടായിരുന്നു. അതില് പാട്ട് ഇതുപോലെ തന്നെ എനിക്കൊന്ന് 83 തന്നെ. ജീവിക്കാനായി ഭാരം തൂക്കുന്ന മനുഷ്യരല്ലോ, തെരുവിലെ മനുഷ്യരല്ലോ നാം, അടിമുടി വിയർക്കും നമ്മൾ, കൊടുകൂടെ തുടിക്കും കരൾ. ജീവിക്കാനായി ഭാരം തൂക്കുന്ന മനുഷ്യരല്ലോ, തെരുവിലെ മനുഷ്യരല്ലോ. അങ്ങനെ ഒരു പാട്ട് രവീന്ദ്ര മാഷിന്റെ എന്റെ ആദ്യകാല പാട്ടുകളിലോ 1-2 ഞാൻ പാടി. അടിപൊളി. ഈ നമ്മുടെ പുറകെ കുറെ ഓർമ്മകൾ ഇരിപ്പുണ്ട്. ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് നോക്കുമ്പോൾ
കണ്ണിൽ എന്തെങ്കിലുമൊക്കെ തടയാറുണ്ടോ ഓർമ്മകൾ ഇങ്ങനെ? തീർച്ചയായിട്ടും കാരണം ഗാനമേളകളിലൂടെ അന്നിങ്ങനെ മീഡിയ ഒന്നും ഇല്ല, ഈവൻ ടെലിവിഷൻ പോലും ഇല്ലാത്ത ഒരു സമയമാണ്, ദൂരദർശൻ പോലും ആ സമയത്തില്ല. അപ്പൊ നമ്മളെ അറിയപ്പെടുത്തണമെങ്കിൽ വേറെ മാർഗമില്ല. മാക്സിമം വേദികൾ കവർ ചെയ്യുക, ഗാനമേളയിലൂടെ ഒരു പേരുണ്ടാക്കി എടുക്കുക. കാരണം ദാസേട്ടനൊക്കെ വന്നിട്ട് അധികം ആയിട്ടില്ല, അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ നല്ല പ്രൈം ടൈമാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്ന് സിനിമയിൽ ഇന്ന് പാടാൻ പറ്റുന്ന പോലെ ഉള്ള ഒരു അവസരം നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ലായിരുന്നു. അത് മാത്രമല്ല എക്സ്പീരിയൻസ്, അനുഭവം, പിന്നെ നമ്മുടെ എന്താ പറയാ ആ ഒരു നമ്മുടെ ഇൻപുട്ട് ഉണ്ടല്ലോ, ഒരു പാട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ എങ്ങനെയും കുറെ പാട്ടുകൾ മാക്സിമം ഗാനമേളകളിലൂടെയെങ്കിലും പാടണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് 81 ഞാൻ 78 രംഗത്തേക്ക് വരുന്നു. 81 ജോൺസൺ മാഷിനെ കാണുന്നു, അദ്ദേഹം എന്നെ കൊണ്ട് പാടിക്കുന്നു. തുടരെ 2-3 പാട്ട് അദ്ദേഹം എനിക്ക് തന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് ഏറ്റവും വലിയ നമ്മുടെ മലയാളം കണ്ടാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗായകരിൽ ഒരാളായ യേശുദാസിന്റെ ഒപ്പവും പിന്നെ ജയചന്ദ്രന്റെ ഒപ്പവും ഒക്കെ നിന്ന് പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭാഗ്യവും എന്തോ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. അപ്പൊ അത് നിന്ന് കാണുമ്പം ഇവരെ ബിച്ചുവേട്ടനുണ്ട് അതിനകത്ത്, രവീന്ദ്രൻ മാഷിന്റെ ആദ്യം ഞാൻ പാടിയ പാട്ടുകളുടെ ഒന്നാണ് അത്. ഏറ്റവും ആദ്യം കാണുന്നത് കേൾക്കാത്ത ശബ്ദത്തിന്റെ ആദ്യത്തെ റെക്കോർഡിംഗ് ആണ്. ബാലേന്ദ്ര മേനോൻ അതുപോലെ ജോൺസൺ മാഷ് പാട്ട് പറഞ്ഞു തരുന്നു. അപ്പൊ ദാസേട്ടൻ അവിടെ അന്ന് അദ്ദേഹം ഉണ്ടായിരുന്നു പാട്ട് കേൾക്കാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നീട് ബിച്ചുവേട്ടന്റെ ഒരു വർക്ക് ഇതുപോലെ ഞാൻ പാടി. അപ്പൊ ആ സമയത്ത് എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് 2 മക്കളുണ്ടായ സമയമാണ് ദാസേട്ടന്റെ ഒപ്പം അവര്. പിന്നെ ശ്യാം സാറിന്റെ പി ഭാസ്കരൻ മാഷിന്റെ 2 സിനിമയിൽ ഞാൻ പാടിയിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇതിലെ ഇനിയും വരൂ എന്നുള്ള പടമാണോ അതോ ഇവിടെ ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ, ഇതിലേതോ ഒരു പടത്തിലെയാണ്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു രവീന്ദ്ര മാഷിന്റെ കൂടെ ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഗാനമേളയാണ്. 78 ഞാനും സുജാതയും കൂടെ യേശുദാസിന്റെ ഓർക്കസ്ട്ര വെച്ച് പാടിയ ഒരു ഗാനമേളയാണ്. അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല, യേശുദാസിന് വരാൻ പറ്റാൻ പകരം ഞാനാണ് പാടിയത്. അത് ഏതാണ്ട് സിമിലർ ആണ്, അതേപോലെ തന്നെ കാണാനും ഒക്കെ. ചെറുപ്പത്തിൽ 78 അപ്പൊ 20-22 വയസ്സേ ഉള്ളൂ. പിന്നെ അന്ന് ജെറി അമൽദേവ് അന്ന് കട്ടി വരുന്ന സമയമാണ്, 82-83. അതില് ചന്ദ്രകുമാർ അദ്ദേഹത്തിന്റെ മത്സാറിന്റെ പടമാണ്. ചേച്ചിയും കൊണ്ടുണ്ടായിരുന്നു, ചേച്ചിയോട് പാട്ട് പഠിച്ചോണ്ട് ചിത്രയാണ്. അതെ, ചിത്ര ചേച്ചി പാട്ട് പഠിച്ചോണ്ട് നിൽക്കുക. അതെ അന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് പാടിയത്. അടിപൊളി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വന്ന് ഇടയ്ക്ക് നോക്കുമ്പോ ഒരു അനുഭൂതിയാണ്. പറഞ്ഞില്ലേ ഇങ്ങനെ ഇവരോടൊക്കെ സഹകരിക്കാനൊക്കെ പറ്റി. പ്രത്യേകിച്ചും ഇത് എവിടെ വെച്ചെടുത്തത്? അസാറുമായിട്ടുള്ള പടം എറണാകുളത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ഫംഗ്ഷന് വന്നപ്പോ എടുത്ത. അനിയനും ചേട്ടനും പോലെ ഉണ്ട്.